നമസ്കാരം. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ വാർത്തകൾ നൽകാൻ പോലും മടിച്ചു നിൽക്കുന്ന കേരളത്തിലെ മാധ്യമ ലോകത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് തത്വമയി കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ നീളുന്ന ഒരു ലൈവത്തോൺ നടത്തിയത്. ഇതിൽ ദേശീയ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള നിരവധി ആളുകൾ, ഏതാണ്ട് 28ഓളം അതിഥികളാണ് പങ്കെടുത്തത്. സനോജി, ഈ ഇന്നലത്തെ ആ ഒരു ചരിത്രം കുറിച്ച ലൈവത്തോൺ, അത് ഒരുപക്ഷെ ഡിജിറ്റൽ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തത്വമയി അങ്ങനൊരു ലൈവത്തോൺ നടത്തുന്നത്. അതിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായം, അതൊരു പക്ഷേ നമ്മൾ ഇത്രയും നാളായി ഈ ഒരു വിഷയത്തിൽ എടുത്ത ഒരു നിലപാടിനോട് ചേർന്ന് പോകുന്നതല്ലേ? തീർച്ചയായിട്ടും കുമാറെ, ആദ്യമായിട്ടാണ് ഭാരതത്തിലെ ഒരു ഡിജിറ്റൽ മാധ്യമം, അതും 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ്. വൈകിട്ട് 5:30 മണിക്ക് തുടങ്ങി 11:30 തീരേണ്ട കോൺക്ലേവ് 11:40-45 തീരുന്നത്. പിന്നെയും ഒരു 10-15 മിനിറ്റ് നീണ്ടു. 28ഓളം, നേരത്തെ കുമാർ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള 28ഓളം അതിഥികളാണ്. അതും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ. അവരുടെ ഒരു സജീവ സാന്നിധ്യമാണ് ഒരുപക്ഷെ ഈ 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ് കോൺക്ലേവിനെ ഒന്നുകൂടി അന്വർത്ഥമാക്കിയത്. അതിൽ ഈ ആളാം പ്രതി വന്ന ഓരോ അതിഥിയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഭാരതത്തിന് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാര്യം, ഈ ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നതിലൂടെ ഈ ഒരു ജിഹാദി ടെററിസം അത് ലക്ഷ്യം വെക്കുന്നത് ഭാരതത്തെയാണ് എന്ന് തന്നെയാണ് ഇതിൽ പങ്കെടുത്ത ഭൂരിഭാഗം അതിഥികളും അഭിപ്രായപ്പെട്ടത്. അത് ഒരു ചെറിയ തോതിൽ ആശങ്ക ഉളവാക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ അവിടെ ക്രൂരമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ 2-3 മാസങ്ങളിലായി നടന്നു വരുന്നത്. പക്ഷേ ഭാരതത്തിൽ പലരും ഇതൊന്നും കണ്ട മട്ട് നടിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ആശങ്ക കൂടിയുണ്ട്. കാര്യം, ഇത് പടിവാതിൽക്കൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഏത് നിമിഷവും അത് അതിർത്തി കടന്ന് വ്യാപിച്ചേക്കാം. പക്ഷേ ഭാരതത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ വേരോടാത്തതെന്ന് ശക്തമായി അഭിപ്രായപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ചും ഹിന്ദുത്വ ഐഡിയോളജിയിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന അമേരിക്കയിലുള്ള ശ്രീ രാജീവ് മൽഹോത്ര, അദ്ദേഹം ഈ ഒരു കാര്യം ഊന്നി പറയുകയുണ്ടായി. അദ്ദേഹത്തെ പോലെ തന്നെ BJPയുടെ ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ, ചിദാനന്ദപുരി സ്വാമി, അത് തുടങ്ങി നിരവധി വ്യക്തിത്വങ്ങൾ, അതായത് നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ പങ്കെടുത്ത എല്ലാവരും തന്നെ ഒന്നടങ്കം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു കോൺക്ലേവ് അനിവാര്യമാണ് എന്നുള്ളതാണ്. കാര്യം, ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തമസ്കരിക്കുന്നുണ്ട്. അത് കൃത്യമായ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള ആ ഒരു വലിയ ജനോസൈഡ് അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടിലേക്ക് പല മാധ്യമങ്ങളും, നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ അടക്കം പോകുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് തത്വമയി നേതിയുമായി ചേർന്ന് ഇന്റലക്ച്വൽ ഗ്രൂപ്പായ നേതി ലെക്സ് ടോക്കിൻ്റെ ആഭിമുഖ്യത്തിൽ തത്വമയിയുമായി സഹകരിച്ചുകൊണ്ട് ഇങ്ങനൊരു കോൺക്ലേവ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആ ആശയം അർത്ഥവത്തായി എന്ന് തന്നെ പറയേണ്ടി വരും കുമാർ. ഈ അത്തരത്തിലുള്ള ആശയ സംവാദങ്ങളാണ് ആ കോൺക്ലേവിൽ ഉടനീളം നിറഞ്ഞു നിന്നത്. എന്തായാലും ആ ചർച്ചയിലൂടെ ഉയർന്നു വന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പക്ഷേ ഇത്തരം ഒരു ആശയം ഉയർന്നു വന്നത്, നമുക്കറിയാം, തിരുവനന്തപുരത്തെ പ്രമുഖ തിങ്ക് ടാങ്ക് ഗ്രൂപ്പാണ് നേതി ലെക്സ് ടോക്ക്. ഇവരുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചത്. എന്താണ് ഈ രണ്ട് സ്ഥാപനങ്ങളും, നേതിയും തത്വമയും ഒരുമിച്ച് ഒരേ പാതയിലൂടെ യാത്ര ചെയ്യുന്ന രണ്ട്? നമ്മുടെ പരമമായ ലക്ഷ്യം, തത്വമയുടെ ലക്ഷ്യം എപ്പോഴും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കാര്യം, രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമ ധർമ്മമാണ്. വിട്ടുവീഴ്ച ഇല്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് രാഷ്ട്രത്തിന് വേണ്ടി തത്വമയി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം. കാര്യം, രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർക്കുകയും ശക്തിയുക്തം പോരാടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി വാർത്തകളാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു ഇന്റലക്ച്വൽ ഗ്രൂപ്പാണ് നേതി. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒട്ടനവധി സംവാദ പരിപാടികൾ ഓരോ മാസവും ഈ നേതി സംഘടിപ്പിക്കുന്നുണ്ട്. തത്വമയി തന്നെയാണ് അതിൻ്റെ തത്സമയ സംപ്രേഷണം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം, നമ്മുടെ ഒരു ആശയം വച്ചപ്പോൾ നേതി അത് സധൈര്യം മുന്നോട്ട് വന്നു, അതിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട്. അപ്പോൾ അവരുടെ ഒരു ആഭിമുഖ്യത്തിലാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചത്. തത്വമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ തുടക്കമായിരുന്നു. കാര്യം,
ദേശീയ അന്തർദേശീയ നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാമെന്ന് നമ്മൾ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഒരു ടെക്നോളജി അത് എത്രത്തോളം വികസിതമാണ് എന്നുള്ളതാണ്. കാര്യം നമ്മുടെ ഇവിടുത്തെ ഒരു തിരുവനന്തപുരത്തെ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് ദേശീയ അന്തർദേശീയ നേതാക്കളെ ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും 6-7 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കോൺക്ലേവ് ഒരു വിഷയത്തിൽ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇപ്പോൾ മറ്റു ചാനലുകളെല്ലാം ചെയ്യുന്നുണ്ട്, സാറ്റലൈറ്റ് ചാനലുകൾക്ക് ഇതിന്റെ 10 മടങ്ങ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ, ഇപ്പോൾ ലൈവത്തോൺ ചർച്ച, വയനാട് സംഭവം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ മലയാളത്തിലെ ഒട്ടുമിക്കൽ ചാനലുകളും ലൈവത്തോൺ ചർച്ച ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് ലൈവ് റിപ്പോർട്ടറും ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടും മറ്റേതുപോലെ പ്രമുഖ നേതാക്കളെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതൊരു വിഷയത്തിൽ, ഒരൊറ്റ വിഷയത്തിൽ 6 മണിക്കൂർ, അതും ഈ പറഞ്ഞതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവരെ അണിനിരത്തിക്കൊണ്ട് ഇതിനകത്തൊരു ബ്രേക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. 5:30 തുടങ്ങിയത് മുതൽ 11:30 തീരുന്നത് വരെ ഇതിനകത്ത് ഇടവേളകൾ ഉണ്ടായിരുന്നില്ല. കൃത്യമായ ഒരു ഒഴുക്കിൽ ഈ അതിഥികൾ ഈ സ്ട്രീമിലേക്ക് ജോയിൻ ചെയ്യുകയും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കോൺക്ലേവിനെ അഭിനന്ദിച്ചുകൊണ്ട് തത്വമയിലേക്ക് നിരവധി ഫോൺ കോളുകളും മെസ്സേജുകളുമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളുമായി ഇനിയും ഇത്തരം കോൺക്ലേവുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ഈ ബംഗ്ലാദേശ് വിഷയം ഈ പറഞ്ഞതുപോലെ മറ്റു മാധ്യമങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ള ഒരു തീരുമാനം. കാര്യം കേരളത്തിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു അവസ്ഥ ഭാവിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്നത്തെ ബംഗ്ലാദേശിലെ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിന്റെ ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് ഇന്നലെ എല്ലാ അതിഥികളും ഈ ഒരു കോൺക്ലേവിൽ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ. അതുമാത്രമല്ല, ഈ CAA വിഷയം വന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ നിരന്തരം, ഇതൊരു ക്യാമ്പയിൻ പോലെ തന്നെ വാർത്തകൾ ചെയ്ത ഒരു മാധ്യമം കൂടിയായിരുന്നു തത്വമയി. അന്നും നിരവധി പ്രേക്ഷകരാണ് തത്വമയിയെ വിളിച്ചതിന് അഭിനന്ദിച്ചത്. അതിന് സമാനമായി തന്നെ ഇപ്പോൾ ഈ ഒരു ചർച്ചയും പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. എന്താണ് CAAയുടെ ഒരു ആവശ്യകത, പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഒരു ആവശ്യകത ഇന്ത്യയിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ ഈ ഒരു ചർച്ച കൺക്ലൂഡ് ചെയ്തത്. അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാര്യം ഇതിൻ്റെ ഒരു തുടർ ചർച്ചകൾ ഇനി ഉണ്ടാകേണ്ടതുണ്ട്. വരുന്ന ദിവസങ്ങളിൽ തത്വമയി അത് പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സധൈര്യം. മാത്രമല്ല, ഈ എല്ലാവരും പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മുടെയും ഒരു ആദ്യ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ദൈർഘ്യമേറിയ ഒരു ലൈവ് കൊണ്ടുപോവുക എന്നുള്ളത്, ലൈവ് ചർച്ച കൊണ്ടുപോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ആശങ്കയുണ്ടായിരുന്നു, ഈ അതിഥികൾ കൃത്യസമയത്ത് വരണം, അങ്ങനെ ഒരു ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ ഫില്ലറുകൾ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൽ നമ്മൾ ഈ അതിഥികളൊക്കെ വിളിക്കുമ്പോൾ അവർ നമ്മോട് ചോദിച്ച ഒരു കാര്യം, നമ്മൾ ഈ ചർച്ച മുഴുനീളം കേൾക്കുന്നില്ല, നമ്മൾ ഇടയ്ക്ക് അത് വന്ന് കയറി നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ടാകുമോ, എനിക്ക് മുന്നേ സംസാരിച്ച ആളുകൾ സംസാരിച്ച ആളുകൾ തന്നെ പറയുന്ന കാര്യം നമ്മൾ വീണ്ടും പറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ ആ സംശയങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലായിരുന്നു. ആദ്യ അവസാനം ഇതൊരു തുടർച്ചയായി തന്നെ മുന്നോട്ട് പോയി. അത് മാത്രമല്ല, ഓരോരുത്തർക്കും അവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കൃത്യമായ അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരുന്നു. അതാണ് അവർ ഓരോരുത്തരും പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ അതിനകത്തൊരു റെപ്പിറ്റേഷൻ ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഇന്നലെ ഈ തത്സമയം ഈ ചർച്ച കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ തത്വമയി ന്യൂസിന്റെ ലൈവ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ചർച്ച ഉണ്ട്. അത് 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായതുകൊണ്ടാണ് നമുക്കിത് അൺകട്ടായിട്ട് പിന്നീട് വീണ്ടും സംപ്രേഷണം ചെയ്യാൻ കഴിയാത്തത്. അത് ലൈവ് ലിങ്ക് അവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല, ഇതിലെ പ്രമുഖരായ ആളുകൾ പങ്കുവച്ച അവരുടെ ആശയ പ്രകടനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ന്യൂസ് റീലുകളായി നമ്മളത് ഇറക്കുന്നുണ്ട്. ആ പ്രസക്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റീൽസും ഷോർട്ട് വീഡിയോസും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ തത്വമയി ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, നമ്മുടെ tattvamainews.com എന്ന വെബ്സൈറ്റിലും ഇതിൻ്റെ മുഴുനീള തത്സമയ സംപ്രേഷണം ചെയ്ത അതേ സ്ട്രീമിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. അതിൽ നിന്നും ഒന്നുകൂടി, അല്ലെങ്കിൽ ഇത് കാണാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായും അത് ഒന്നുകൂടി കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുമുണ്ട്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രംഗത്ത് തത്സമയ മാന്ത്രികത ഏറ്റവും കൂടുതൽ കാഴ്ചവെച്ചിട്ടുള്ള, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അങ്ങനെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു മീഡിയ സ്ഥാപനം കൂടിയാണ് തത്വമയി. പ്രത്യേകിച്ചും ശബരിമലയിൽ ആണ്ടുതോറും നടക്കുന്ന തിരുവാഭരണ യാത്രയുടെ തത്സമയ കാഴ്ച ആദ്യമായി വിരൽത്തുമ്പിലേക്ക്, ലോകത്തിലെ എമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ വിരൽത്തുമ്പിലേക്ക് എത്തിച്ച ഒരു മാധ്യമം കൂടിയാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടാണ് തത്വമയി ആദ്യം ജനമനസ്സുകളിലേക്ക് ചേക്കേറുന്നത്. അതിനുശേഷം നിരവധി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ക്ഷേത്ര ഉത്സവങ്ങളും അല്ലെങ്കിൽ ഇവന്റുകളുമൊക്കെ, ഹിന്ദു മഹാസമ്മേളനം ഉൾപ്പെടെയുള്ള
ഹൈന്ദവരുടെ അല്ലെങ്കിൽ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനൊക്കെ തത്സമയം തന്നെ ഞങ്ങൾ മുൻകൈ എടുത്തിരുന്നു. അതും കടന്ന് ഒരു പടി കൂടി കടന്ന് പുതിയ ഒരു മേഖലയിലേക്ക് നമ്മൾ കാൽവയ്പ് നടത്തുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ദേശീയ അന്തർദേശീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുദീർഘമായ ക്യാമ്പയിൻ, അത് പണ്ടാണെങ്കിൽ ഇത്രയും അതിഥികളെ ഒരു നഗരത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരു വലിയ ഹാൾ എടുത്തുകൊണ്ട് എല്ലാവരും ഇത് ശ്രവിക്കേണ്ടവരും അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലായ്പ്പോഴും സാധ്യമായെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാങ്കേതിക സഹായങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഓരോരുത്തർക്കും അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതിൽ പങ്കാളികളാകാം, ഒപ്പം ഇത് വീക്ഷിക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഇത്തരത്തിൽ 6 മണിക്കൂർ നീണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം 12 മണിക്കൂർ നീണ്ട ഒരു കോൺക്ലേവ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് തുടക്കമായതുകൊണ്ട് നമ്മൾ 6 മണിക്ക് മതി എന്നുള്ള ഒരു ധാരണയിലെത്തുകയായിരുന്നു. വരുന്ന സമയങ്ങളിൽ ഇതുപോലെ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സുദീർഘമായ കോൺക്ലേവുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി പ്രേക്ഷകർക്ക് വീട്ടിലിരുന്ന് കാണാം. ഇതിൽ പങ്കെടുക്കേണ്ട അതിഥികൾക്ക് അവരവരുടെ വീടുകളിൽ ഇരുന്ന് പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളിത് വിഭാവനം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.